തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച യോഗത്തിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ച ഇടതു പാർട്ടികൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബിജെപിയുടെ ചട്ടുകമെന്ന സിപിഎം നേതാവ് എം.വി. ജയരാജൻ പറഞ്ഞു. ബിജെപി ഒഴികെയുള്ള പാർട്ടികൾ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ യോഗത്തിൽ എതിർത്തു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച യോഗത്തിൽ ശക്തമായ പ്രതിഷേധമാണ് സിപിഐഎം രേഖപ്പെടുത്തിയത്. ഒരു ഭാഗത്ത് യഥാർത്ഥ വോട്ടർമാരുടെ പേരുകൾ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുക, മറുഭാഗത്ത് ബിജെപിയുടെ കള്ള വോട്ടുകൾ കൂട്ടിച്ചേർക്കുക. ബീഹാർ ഒരു ഉദാഹരണമാണ്. ബിജെപിയുടെ മുൻ MP രാകേഷ് സിന്നയ്യ 2 സ്ഥലങ്ങളിലാണ് വോട്ട് ചെയ്തത്. ഇങ്ങനെയുള്ള ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ വന്ന റിപ്പോർട്ട് 3 ലക്ഷത്തോളം വോട്ടുകൾ അധികമായി വോട്ടിങ്ങിന് ശേഷം കൗണ്ടിങ്ങിൻ്റെ വേളയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം വ്യക്തമാക്കുന്നത് ഒരു ഭാഗത്ത് യഥാർത്ഥ വോട്ടർമാരുടെ പേരുകൾ വെട്ടിക്കളയുക, മറുഭാഗത്ത് വ്യാജ വോട്ടർമാരെ തിരികെ കയറ്റുക. SIR-നോടുള്ള അടിസ്ഥാന വിയോജിപ്പിന് കാരണം പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ് SIR. അത് വളഞ്ഞ വഴിയിലൂടെ നടപ്പാക്കുകയാണ് ബീഹാറിൽ ചെയ്തത്. കേരളത്തിലും അത് നടപ്പാക്കാനാണ് നീക്കം. അതിനോട് ഞങ്ങൾക്കൊട്ടും യോജിക്കാൻ കഴിയില്ല. ബിജെപി ഒഴികെയുള്ള പാർട്ടികൾ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ യോഗത്തിൽ എതിർത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം മതി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണമെന്നും എന്തിനാണ് ഇത്ര അനാവശ്യ വാശിയെന്നും സത്യൻ മൊകേരി യോഗത്തിൽ ചോദിച്ചു. എന്നാൽ രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ച ആരോപണങ്ങൾ പരിശോധിക്കുമെന്നും എവിടെയെങ്കിലും പാളിച്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ പരിഹരിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ യോഗത്തിൽ മറുപടി നൽകി. മുഴുവൻ പൗരന്മാർക്കും വോട്ട് ചേർക്കാൻ അവസരം ലഭിക്കുമെന്നും രത്തൻ ഖേൽക്കർ കൈരളി ന്യൂസിനോട് പറഞ്ഞു. ഒരാൾ എലിജിബിൾ ആയിട്ടുള്ള ആൾ വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അത് തന്നെയാണ് നമ്മുടെ മോട്ടോ. തീർച്ചയായിട്ടും എല്ലാ എലിജിബിൾ ആയിട്ടുള്ള വോട്ടേഴ്സിനും നമ്മൾ ലിസ്റ്റിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പൊളിറ്റിക്കൽ പാർട്ടീസിന് അങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ള ആൾക്കാർ വിട്ടു പോകുന്നുണ്ട് എന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ലിസ്റ്റ് നമുക്ക് തരാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അന്നെ തന്നെ ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. ഓരോ ആൾ പോലും എലിജിബിൾ ആയിട്ടുള്ള ആൾ ലിസ്റ്റിന് പുറത്തേക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.